ലോകകപ്പിൻ്റെ ആവേശം സെമിഫൈനൽ വരെ എത്തി നിൽക്കുകയാണ്. നമുക്കിനി സെമിഫൈനലിലുള്ള 4 ടീമുകളാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആവേശകരമായിട്ട് നടന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കോച്ച് വിനീത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളെ പറ്റിയും സെമിഫൈനൽ മത്സരങ്ങളിൽ എന്താകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കട്ടെ. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ. ഫ്രാൻസ് മൊറോക്കോ മത്സരം ആയിരുന്നു ആദ്യത്തേത്. ഫ്രാൻസ് മൊറോക്കോയെ വളരെ ഗംഭീരമായിട്ട് തന്നെ തോൽപ്പിച്ചു എന്ന് പറയാം. മൊറോക്കോ പലരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊറോക്കോ ഒരു ഫൈറ്റ് ബാക്ക് നടത്തുമെന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായി ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് എംബപ്പയും ഡെംബലയും എല്ലാവരും അടങ്ങുന്ന ഒരു ടീം, അവർ ശരിക്കും പറഞ്ഞാൽ മൈക്കിൾ ഒലീസയും ഒക്കെ അടങ്ങുന്ന ടീം ശരിക്കും പറഞ്ഞാൽ മൊറോക്കോയെ നിഷ്പ്രഭമായി കളഞ്ഞു. എംബപ്പയുടെ ഗോളും അടിപൊളിയായിരുന്നു, അതുപോലെ ഡെംബലയുടെ ഗോളും അടിപൊളിയായിരുന്നു. ആദ്യത്തെ 5 മിനിറ്റുള്ളിൽ തന്നെ കളി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായി. പിന്നെ എംബപ്പയുടെ ഒരു പെനാൽറ്റി ബോനോ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതല്ലാതെ അതിൽ പ്രത്യേകിച്ചൊരു എടുത്തു പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊന്നും ഉണ്ടായിരുന്നില്ല. കളി പൂർണ്ണമായും ഫ്രാൻസിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ഈ ഒരു പോക്ക് കണ്ടിട്ട് ഫ്രാൻസ് ഫൈനലിൽ എത്തും എന്നുള്ളത് തന്നെയാണ് പല ആരാധകരും പലരും വിചാരിക്കുന്നത് തന്നെ. രണ്ടാമത്തെ മത്സരം സ്പെയിൻ ബെൽജിയം മത്സരമായിരുന്നു. ഒരു നല്ല പോരാട്ടം പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും കാത്തിരുന്നത്. ശരിക്കും സ്പെയിൻ പോർച്ചുഗലിനെ തോൽപ്പിച്ചിട്ടാണ് വന്നത്. ബെൽജിയം ഈ ലോകകപ്പിൽ പതിയെ തുടങ്ങി 1-1 സമനില, 1-0 അങ്ങനെ തുടങ്ങിയ ശേഷം പിന്നെ നല്ല മത്സരങ്ങൾ കളിച്ച് ഫൈറ്റ് ബാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ പലരും കരുതിയിരുന്നത് ബെൽജിയം ഒരു നല്ല ഫൈറ്റ് നടത്തി ഈ മത്സരം തീരുമെന്നാണ്. പക്ഷേ സ്പെയിൻ ശരിക്കും പറഞ്ഞാൽ അവരെ ഡോമിനേറ്റ് ചെയ്തു. 1-0, 2-1 ആയിരുന്നു സ്കോർ. എങ്കിലും അതൊരു 88ാമത്തെ മിനിറ്റിലാണ് ഗോൾ വന്നതെങ്കിലും അത് സ്പെയിൻ ശരിക്കും പറഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്ത് തന്നെയാണ് കളിച്ചത്. സ്പെയിൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മിക്കൽ മെറീനോ എർസബാൽ അവർക്ക് ഗോൾ അടിക്കുന്നുണ്ടെങ്കിലും അവരുടെ താരമായിട്ട് നിന്നിരുന്ന ലമീൻ യമാൽ ഇതുവരെ ഗോളൊന്നും അടിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു സങ്കടമായിട്ട് നിൽപ്പുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ മത്സരം നോർവേ ഇംഗ്ലണ്ട് മത്സരമായിരുന്നു. എല്ലാവരും കരുതിയതുപോലെ ഒരു അടിപൊളി മത്സരമായിരുന്നു. 1-1 നിന്ന സമയത്ത് ജൂഡ് ബെല്ലിംഗാമാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത്. എല്ലാവരും കരുതിയിരുന്നത് പോലെ തന്നെ വളരെ മികച്ച ഒരു ഫൈറ്റ് 2 ടീമുകളും തമ്മിലുണ്ടായിരുന്നു. 2-1 മത്സരം ജയിക്കുമ്പോഴത്തേക്ക് ബെല്ലിംഗാമിൻ്റെ സൂപ്പർ പെർഫോമൻസ് ആണ് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ടീമിൻ്റെ നല്ല സപ്പോർട്ടും അതനുസരിച്ച് ഒരു ടുഹലിൻ്റെ ഒരു ടാക്റ്റിക്കൽ ബ്രില്യൻസും ഈ ടൂർണമെൻറ്റിൽ ഉടനീളം കാണാൻ സാധിക്കും. അതേപോലെ അർജൻറ്റീന സ്വിറ്റ്സർലൻഡ് മത്സരം, അർജൻറ്റീന വീണ്ടും ഒരുപാട് പ്രോബ്ലംസിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവർ 1-0, 1-1 സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് സ്വിറ്റ്സർലാൻഡ് ഒരുപാട് ഡോമിനേറ്റ് ചെയ്താണ് നിന്നിരുന്നത്. അതിനുശേഷം എംബോളോ റെഡ് കാർഡ് കൊണ്ട് പോവുകയും കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള പല ഡിസിഷൻസും വരികയൊക്കെ ചെയ്തു. അതിനുശേഷം 3-1 അവർ ഫൈനൽ സ്കോർ 3-1 കളിച്ച് ജയിച്ചിരിക്കുകയാണ്. ഇനി സെമി ഫൈനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ മത്സരം സ്പെയിൻ നേരിടുന്നത് ഫ്രാൻസിനെയാണ്. അതിൽ പലരും കരുതുന്നത് വളരെ മികച്ച ഒരു മത്സരം കാണാനാവുന്നതാണ്. ടാക്റ്റിക്കലി ഒരു ബ്രില്യൻ മാച്ചായിരിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത്. സ്പെയിനിനാണ് നേരിയ മുൻതൂക്കം. ഫ്രാൻസിനാണ് നേരിയ മുൻതൂക്കം. അവരുടെ ഗോളടി മികവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല മികച്ച മുന്നേറ്റത്തിനെയും മിഡ്ഫീൽഡും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഫ്രാൻസിന് ഒരു മുൻതൂക്കം ഉള്ളത്. അതേപോലെ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ച് 2-1 ഫ്രാൻസ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. രണ്ടാമത്തെ മത്സരത്തിൽ അർജൻറ്റീന ഇംഗ്ലണ്ട് മത്സരം. ഇംഗ്ലണ്ട് ഇതുവരെ കളിച്ചു വന്ന എല്ലാ മത്സരങ്ങളിലും വളരെ ഫൈറ്റ് ചെയ്തിട്ട് നല്ല ടീമുകളോട് കളിച്ചു വന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു മുൻതൂക്കം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെസ്സി എക്സ് ഫാക്ടറായിട്ട് അവിടെ നിൽപ്പുണ്ട്. പിന്നെ എന്തും സംഭവിക്കാവുന്നൊരു മത്സരമാണ് അത്. എക്സ്ട്രാ ടൈമിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഇംഗ്ലണ്ട് 2-1 ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് സെമിഫൈനലിൻ്റേത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.